സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളിയമൈൻസിനെ കുറിച്ചാണ്. പിന്നെ ഇത് യൂഷ്വലി ഒരു 4 മാർക്സിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മെയിനായിട്ട് അതിൻ്റെ ഡെഫിനിഷൻ എഴുതുക, പിന്നെ സിന്തസിസ് എഴുതുക, പിന്നെ ഫങ്ഷൻ എഴുതുക, ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസും കൂടെ എഴുതുക. പിന്നെ മൂവിങ് ടു ദ ഡെഫിനിഷൻ, ദീസ് ആർ ദി ഓർഗാനിക് കോമ്പൗണ്ട്സ് ഹാവിങ് മൾട്ടിപ്പിൾ അമിനോ ഗ്രൂപ്പ്. എക്സാമ്പിൾസ് നമ്മുടെ ബോഡിയിൽ കാണുന്ന മെയിനായിട്ടുള്ള എക്സാമ്പിൾസ് ആണ് പ്യൂട്രിസിൻ, സ്പെർമിഡിൻ ആൻഡ് സ്പെർമിൻ. Now moving to the synthesis. The precursors of polyamines are ornithine and S-adenosyl methionine. രണ്ടെണ്ണമാണ് ഇത്, ornithine S-adenosyl methionine. It is presumed that 15% of methionine is used for synthesis of polyamines. It requires pyridoxal phosphate and is induced by steroid hormones. First തന്നെ ornithine is obtained from arginine by the action of arginase. Now ornithine putrescine ആക്കി മാറ്റും by decarboxylation with the help of the enzyme ornithine decarboxylase. ഇനി S-adenosyl methionine decarboxylated S-adenosyl methionine ആക്കി മാറ്റും by S-adenosyl decarboxylase. Now spermidin, here our first polyamine is formed, that is the putrescine. Now putrescine നിന്ന് എന്തുണ്ടാക്കണം, spermidin ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് propylamine moiety is transferred from decarboxylated S-adenosyl methionine to putrescine, and also by the action of spermidin synthase we obtain spermidin. പിന്നെ spermidin നിന്ന് spermin ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് a second propylamine moiety is transferred from decarboxylated S-adenosyl methionine to spermidin, and also by the action of spermin synthase we obtain spermin. ഇനി നമുക്ക് സിഗ്നിഫിക്കൻസ് നോക്കാം. അപ്പോൾ നമുക്കറിയാം പോളിയമൈൻസ് എന്ന് പറയുമ്പം ഇറ്റ് കണ്ടെയ്ൻ മോർ ദാൻ 1 അമിനോ ഗ്രൂപ്പ്. അപ്പോൾ ഇപ്പോൾ പ്യൂട്രസീൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 2 അമിനോ ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ എന്താണ്, സ്പെർമിഡിൻ എടുക്കുകയാണെങ്കിൽ 3, സ്പെർമിൻ എടുക്കുകയാണെങ്കിൽ 4. So if a compound contain more and more amino group, they are positively charged. അപ്പോൾ ഇതിന് എന്തുണ്ടാവും, DNA ആയിട്ട് DNAയും RNA ആയിട്ട് അട്രാക്ട് ചെയ്യാൻ കഴിയും. സിൻസ് they are positive, they contain positive charges. അതാണ് ആദ്യത്തെ സിഗ്നിഫിക്കൻസ്. They bear multiple positive charges associate readily with DNA and RNA. പിന്നെ it has a function cell proliferation and cell growth. മെയിൻ ആയിട്ടുള്ള ഒരു ഫങ്ഷനാണ്, സിഗ്നിഫിക്കൻസ് ആണ് ഏത്, ആക്ട് ആസ് ഗ്രോത്ത് ഫാക്ടർ. ഇറ്റ് ആക്ട് ആസ് എ ഗ്രോത്ത് ഫാക്ടർ. കാരണം ഈ ട്യൂമർ സെൽസിലെല്ലാം പോളിയമൈൻസ് നല്ലോണം ഇൻക്രീസ് ആവും. അപ്പം ഗ്രോത്ത് ഫാക്ടറായിട്ട് ഇത് എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. പിന്നെ 4ാമത്തെ ഫങ്ഷനാണ് എന്ത്, സ്റ്റെബിലൈസസ് ഇൻടാക്ട് സെൽസ്, മെംബ്രെയിൻസ് ആൻഡ് ഓർഗനൽസ്, and it is required for protein, DNA and RNA synthesis. ഇനി നമുക്ക് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് നോക്കിയാൽ ഞാൻ പറഞ്ഞു എന്ത്, ഈ ക്യാൻസർ ട്യൂമർ സെൽസിലൊക്കെ എന്ത് ഇൻഡ്യൂസ് ചെയ്യും, പോളിയമൈൻസ് കൂടും. അപ്പോൾ പോളിയമൈൻസ് ആൻഡ് ദർ ഡെറിവേറ്റീവ്സ് ഹാവ് ആപ്ലിക്കേഷൻ ഇൻ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ. ദർ കോൺസെൻട്രേഷൻ ഇസ് എലിവേറ്റഡ് ഇൻ ബോഡി ഫ്ലൂയിഡ്സ് ഓഫ് ക്യാൻസർ പേഷ്യൻസ്. ക്യാൻസർ പേഷ്യൻസിൽ പോളിയമൈൻ്റെ എമൗണ്ട് എന്ത് ചെയ്യും, കൂടും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡയഗ്നോസിസിനും ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും പോളിയമൈൻസ് ഹെൽപ്പ് ചെയ്യും.